ഹലോ ഗ്രീൻ മീഡിയസിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു ചൊവ്വാഴ്ച കൂടി എത്തുകയാണ്. കേരള ബോക്സ് ഓഫീസിൽ എങ്ങനെയാണ് സിനിമകളുടെ പ്രകടനം, ഇന്നലത്തെ ഫൈനൽ കളക്ഷൻ, ഇതൊക്കെ നമുക്ക് നോക്കാം. അതിനു മുന്നോടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രിപ്ഷൻ ഒന്ന് പരിഗണിക്കുക. നിങ്ങളുടെ കട്ട സപ്പോർട്ട് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ 70,000 സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി നമുക്ക് നേരെ ഹാൽ എന്ന ചിത്രത്തിൻ്റെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് വരാം. ഹാൽ ഇറങ്ങി 12 ദിനങ്ങളാണ്. മികച്ച രീതിയിലുള്ള പ്രകടനമാണ് സിനിമ കാഴ്ചവെക്കുന്നത്. മികച്ചതെന്ന് പറയുമ്പോൾ കോടികൾ വാരിയെന്നൊന്നുമല്ല, സ്ഥിരമായി സിനിമയ്ക്ക് ഒരു സ്റ്റഡി കളക്ഷൻ കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. 241 ഷോകളാണ് സിനിമയ്ക്ക് ഇത്ര ഗംഭീര റിലീസുകൾക്കിടയിലുമുള്ളത്. 3000-ന് മുകളിലുള്ള ടിക്കറ്റുകൾ സിനിമയ്ക്ക് ഇന്നലെയും വിറ്റുപോയിരുന്നു. ഇന്നലെ സിനിമയ്ക്ക് ടോട്ടലായി വന്നത് 4,80,000 രൂപ, അതായത് ഏകദേശം 10 ലക്ഷം രൂപയോളമാണ് ബോക്സ് ഓഫീസ് കളക്ഷനായി വന്നത്. സിനിമ മികച്ച രീതിയിൽ പോകുന്നു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായി സിനിമ 1.25 കോടി കടന്ന് മുന്നോട്ട് പോവുകയാണ്. ജനനായകൻ സെൻസറിങ് കഴിഞ്ഞിരിക്കുകയാണ്. UA സർട്ടിഫിക്കറ്റാണ് സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. റൺ ടൈമായി വന്നിരിക്കുന്നത് 3 മണിക്കൂറും 3 മിനിറ്റുമാണ് എന്നുള്ളതാണ്. എന്താണെങ്കിലും ഇക്കുറിയും സിനിമ ആളിപ്പടരും. ഒരു ഫെസ്റ്റീവ് സീസണിലെത്തുന്ന ചിത്രം അതിഗംഭീരമായിരിക്കും എന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ഇതിനിടയിൽ സിനിമയുടെ കളക്ഷൻ, പ്രീസെയിൽ കളക്ഷൻ ഏകദേശം 40 കോടിയോളം ആയി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ. ട്രെയിലർ തന്നെ തീ പിടിക്കുന്ന കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ കണ്ടെങ്കിൽ ഇവിടെ കടൂരമായിട്ടുള്ള ഒരു തൂക്കായിരിക്കും ഈ ഒരു സിനിമ തൂക്കാൻ പോകുന്നത്. കൂലിയുടെ റെക്കോർഡ് ഈ ഒരു സിനിമ തകർക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. ഇനിയും നേരെ നമുക്ക് നിവിൻ പോളിയുടെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് പോകാം. സർവമായ 100 കോടിയും കടന്ന് മുന്നോട്ട് പോകുന്നു. ഇന്നലെ തിങ്കളാഴ്ച ദിനത്തിലും സിനിമയ്ക്ക് മികച്ച കളക്ഷനായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളെക്കാൾ വലിയ ഇടിവ് സിനിമയുടെ കളക്ഷൻ വന്നിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, വർക്കിംഗ് ഡേ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. എല്ലാ സിനിമകൾക്കും ഇത് ബാധകം തന്നെയാണ്. ഇന്നലെ 1510 ഷോകളിൽ നിന്ന് 1,25,000-ഓളം ടിക്കറ്റുകളാണ് സിനിമയ്ക്ക് വിറ്റുപോയത്. അങ്ങനെ സിനിമയ്ക്ക് ഇന്നലെ ഏകദേശം 140ഓളം ഓൾമോസ്റ്റ് ഫുൾ അല്ലെങ്കിൽ ഹൗസ് ഫുൾ ഫാസ്റ്റ് ഫീലിംഗ് ഷോകൾ ഉണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 2,05,22,000 രൂപയാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി ഇന്നലെ വന്നത്. അതായത് 2.25 കോടിക്കടുത്താണ് സിനിമയുടെ ഇന്നലത്തെ കളക്ഷൻ. ആദ്യമായിട്ടാണ് സിനിമയ്ക്ക് ആ ഒരു റേഞ്ചിലേക്ക് താഴുന്ന ഒരു കാഴ്ച വരുന്നത്. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 11 ദിനം കൊണ്ട് തന്നെ 51 കോടി നേടിയ ചിത്രം ഇപ്പോൾ 53.5 കോടി കടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. വേൾഡ് വൈഡായിട്ട് 120 കോടിയോളമാണ് സിനിമയുടെ കളക്ഷനായി വന്നത്. ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. 10 ദിനം കൊണ്ട് സിനിമ 100 കോടി കടന്നിരുന്നു, 101 കോടി കടന്നിരുന്നു എന്നുള്ളത് ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ വന്നതാണ്. ഇപ്പോൾ 2 ദിവസം കൂടെ പിന്നിടുമ്പോൾ ഇന്നലെ അല്ലെങ്കിൽ ഞായറാഴ്ച നമുക്ക് അമ്മാതിരി ഒരു കൊടൂര തൂക്കായിരുന്നു. ഏറ്റവും കൂടുതൽ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ നിന്നും വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നും കിട്ടിയ ദിനമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ സിനിമ 120 കോടി കടന്നിട്ടുണ്ടാകാം. എന്തായാലും നിവിൻ പോളിയുടെ ഗംഭീരമായിട്ടുള്ള, അതിഗംഭീരമായ, ഭീകരമായിട്ടുള്ള ഒരു തിരിച്ച് വരവ് എന്ന് തന്നെ പറയാം. ഏകദേശം 7 വർഷങ്ങൾക്ക് ശേഷം ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ചിത്രവുമായി വരുന്നു. ഇതിൽ ഏറ്റവും ഹൈലൈറ്റായി നിൽക്കുന്നത് അതിലെ നായിക തന്നെയാണ്. ഡെലേലു എന്നുള്ള ആ ഒരു കഥാപാത്രവുമായി ഏറെയും മലയാളി പ്രേക്ഷകർക്ക് ഹൃദയം പങ്കിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. എവിടെ നോക്കിയാലും ഒരു പക്ഷേ ആ ഒരു നായികയുടെ പേരിൽ തന്നെയാണ് ഈ ഒരു സിനിമ കൂടുതലും അറിയപ്പെടുന്നത് എന്നുള്ളതാണ്. എന്താണ് ഒരു കാര്യം പറയാൻ, നിവിൻ പോളി മികച്ച രീതിയിൽ തന്നെ ഒരു സിനിമ വരുന്നു. അഖിൽ സത്യൻ്റെ സംവിധാനത്തിൽ മറ്റൊരു 100 കോടി കൂടി വരുന്നു എന്നുള്ളതാണ്. ഋഷഭ അങ്ങനെ ഫൈനൽ റണ്ണിലേക്ക് എത്തുമ്പോഴും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, സിനിമയ്ക്ക് ഇന്നലെയും ഷോകളുണ്ടായിരുന്നു 3ഓളം. ഏകദേശം മിനിങ്ങാന്നതിനേക്കാൾ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോയ ദിവസം മിനിങ്ങാന്ന് 13 ടിക്കറ്റുകളാണ് വിറ്റുപോയതെങ്കിൽ ഇന്നലെ 23ഓളം ടിക്കറ്റുകൾ വിറ്റുപോയെന്നുള്ളതാണ് കണക്കുകൾ വരുന്നത്. 5,500ഓളം രൂപയാണ് സിനിമയുടെ കളക്ഷനായി പുറത്തു വരുന്ന ട്രാക്ഡ് റിപ്പോർട്ടുകൾ. അത്ര മികച്ചതും ശോഭനീയമായ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ പോലും സിനിമ ഇപ്പോഴും തിയേറ്ററുകളിലുണ്ട് എന്നുള്ളത് തന്നെയാണ് മികച്ച കാര്യം. ഇവിടെ 1 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 2 കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ എത്തുമോ എന്നുള്ള ഒരു പ്രതീക്ഷയുമായിട്ട് ആളുകൾ കാത്തിരിക്കുന്നു എന്ന് തന്നെ പറയാം. ബബ്ബ അഴിഞ്ഞാട്ടം നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വലിയ ഇടിവ് തന്നെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഈ തിങ്കളാഴ്ച 255 ഷോകളിൽ നിന്ന് 3,400ഓളം ടിക്കറ്റുകൾ വിറ്റുപോയപ്പോൾ 5 ലക്ഷത്തിലേക്ക് സിനിമയുടെ കളക്ഷൻ കൂപ്പുകുത്തുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞു. ഞായറാഴ്ച ഏകദേശം 9.5 ലക്ഷം രൂപയാണ് ട്രാക്ഡ് കളക്ഷനിലൂടെ വന്നതെങ്കിൽ നേരെ പകുതിയിലേക്ക് ഈ ഒരു സിനിമയുടെ കളക്ഷൻ കുറയുന്നത് നമുക്ക് കാണാൻ കഴിഞ്ഞു. 50 കോടി അടിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ചാൻസുകൾ വളരെ കുറവാണ്. ഒരു പക്ഷേ ഇത് കുറച്ചും കൂടെ ലോങ് റൺ ഉണ്ടെങ്കിൽ സിനിമ 50 കോടി ക്ലബ്ബിൽ കയറും എന്നുള്ള ആ ഒരു പ്രതീക്ഷ നിലനിൽക്കുകയും ചെയ്യുന്നു. എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സിനിമയ്ക്ക് കുറച്ചുകൂടി കളക്ഷൻ കൂടും എന്നുള്ള പ്രതീക്ഷയാണ്. നമുക്കറിയാം ഇനിയുള്ള
വർക്കിംഗ് ഡേയ്സിൽ സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ, അതായത് തിങ്കളാഴ്ചത്തേക്കാൾ കൂടുതൽ കളക്ഷൻ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. എന്താണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 25 കോടിയും നേടി സിനിമ മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ്. മമ്മൂട്ടിയുടെ കളങ്കാവൽ ഒരു മാസം പിന്നിട്ട് ഇപ്പോൾ 33-ാം ദിനത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 32-ാം ദിനത്തിലും സിനിമയ്ക്ക് 107ഓളം ഷോകളാണ് ഉള്ളത്. 1200-നടുത്തുള്ള ആളുകളാണ് ഇന്നലെ ടിക്കറ്റ് എടുത്തത്. അതായത് മിനിങ്ങാന്നത്തെ വെച്ച് നോക്കുമ്പോൾ ഒരു 50% ഇടിവ് എന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നലെ സിനിമയ്ക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം 2 ലക്ഷം രൂപയോളമാണ് സിനിമയുടെ ട്രാക്ഡ് കളക്ഷനായി വന്നത്. എല്ലാ സിനിമകളെയും പോലെ തന്നെ ഒരു വമ്പൻ ഇടിവ് ഈ ഒരു സിനിമയ്ക്കും വന്നിട്ടുണ്ട്. അതായത് ബോക്സ് ഓഫീസിൽ നിന്ന് 4 ലക്ഷം രൂപയോളം മാത്രമാണ് സിനിമയുടെ തിങ്കളാഴ്ച ദിനത്തെ കളക്ഷൻ. വരുന്ന ദിനങ്ങളിൽ സിനിമയ്ക്ക് 5 ലക്ഷം രൂപ, 6 ലക്ഷം രൂപ ആ റേഞ്ചിലേക്ക് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. എന്തായാലും 38 കോടി കേരള ബോക്സ് ഓഫീസിൽ നിന്ന് നേടുമോ എന്നല്ലെങ്കിൽ അത് കടക്കുമോ എന്നുള്ള ചോദ്യം തന്നെയാണ്. തീർച്ചയായും കടക്കും എന്നുള്ളത് ഉറപ്പിക്കാം. അതുകൂടാതെ വേൾഡ് വൈഡായിട്ട് സിനിമ 85 കോടി എത്തുമെന്നുള്ള പ്രതീക്ഷയുമാണ്. വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്തരാൻ ഗ്രേറ്റ് മീഡിയാസ്.